ഐ ആം ദ സോറി മലയാളീസ് ബൈ എന്ന തലക്കെട്ടോടുകൂടിയാണ് മനോരമ വാർത്ത നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് തന്നെ ഡയലോഗിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ വാർത്ത. തിളക്കത്തിലെ സലീം കുമാറിൻ്റെ കഥാപാത്രത്തിൻ്റെ ഡയലോഗാണ് ഐ ആം ദ സോറി അലി. അതിൽ നിന്നാണ് ആ തലക്കെട്ട് തന്നെ വരുന്നത്. ഒപ്പം രോഗത്തെ ചിരിച്ച് സ്വീകരിച്ച സലീം കുമാർ ഇങ്ങനെയല്ലേ നമ്മോട് യാത്ര പറയുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മലയാളീസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്ന രീതിയിലാണ് ആ വാർത്ത മലയാള മനോരമ നൽകിയിരിക്കുന്നത്. ഒപ്പം ദേശീയ പുരസ്കാര ജേതാവ്, എഴുത്തുകാരൻ, പ്രഭാഷകൻ, ഉറച്ച രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയൻ, 56 ചിരി വർഷങ്ങൾ എന്നുകൂടി മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഒപ്പം ഒന്നാം പേജിൽ മറ്റു 2 വാർത്തകൾ കൂടി വലിയ പ്രാധാന്യത്തോടു കൂടി മലയാള മനോരമ നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, കരുവന്നൂർ കുരുക്ക് CPM നേതാക്കൾക്ക് എതിരെ തെളിവ്, വിചാരണ ചെയ്യാമെന്ന് കോടതി എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ, EDയുടെ അനുബന്ധ കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ചു. AC മൊയ്തീൻ MLA, K രാധാകൃഷ്ണൻ MP എന്നിവർ ഉൾപ്പെടെ പ്രതികൾ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത എന്ന കാർട്ടൂൺ കൂടി അതിനൊപ്പം നൽകിയിരിക്കുകയാണ് മലയാള മനോരമ. രണ്ടാമതായി നൽകിയിട്ടുള്ള വാർത്ത ഇന്നലെ ഡൽഹി കണ്ട സമരത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. വീറോടെ പാറ്റപ്പട, പ്രായം ചെറുപ്പം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പ്രതിഷേധ പരിപാടിയിൽ അണിനിരുന്നത് 100 കണക്കിന് യുവാക്കൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 7 ദിവസത്തിനകം രാജിവെച്ചില്ലെങ്കിൽ 13-ന് രാജ്യവ്യാപക പ്രതിഷേധം എന്നാണ് നൽകിയിട്ടുള്ളത് മലയാള മനോരമ ഒന്നാം പേജിൽ. ഉൾപേജുകളിലേക്ക് വരുമ്പോൾ പോലും പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പാർട്ടി ഏകോപനത്തിന് ഉന്നതാധികാര സമിതി, പാലമാകാൻ പാർട്ടി സമിതി എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. തോറ്റ മണ്ഡലങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതി രൂപീകരിക്കാനും KPCC തീരുമാനം എന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഏകോപനത്തിന് KPCCയുടെ മേൽനോട്ടത്തിൽ ഉന്നതാധികാര സമിതിയെ നിയോഗിക്കും. സമിതി അംഗങ്ങളെ വൈകാതെ തീരുമാനിക്കും എന്നുകൂടി മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുകയാണ്.